ഹായ്, എൻ്റെ പേര് മുഹമ്മദ് സിനാൻ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് CA ഇൻ്റർമീഡിയറ്റിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ചാപ്റ്റർ 3 റേഷ്യോസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ റേഷ്യോസിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പാർട്ടിൽ നമ്മൾ പ്രോഫിറ്റബിലിറ്റി ബേസ്ഡ് റേഷ്യോസും അതുപോലെ തന്നെ കുറച്ച് മറ്റ് റേഷ്യോസൊക്കെ നമ്മളൊന്ന് കവർ ചെയ്യും. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽസിൻ്റെ ബേസിലുള്ള റേഷ്യോസ് അല്ല, പ്രോഫിറ്റബിലിറ്റി ബേസ്ഡ് ആയിട്ട് സെയിൽസിനെ ബേസ് ചെയ്തിട്ടുള്ള റേഷ്യോസ് ആണിത്. അതായത് ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇതൊക്കെ ഓരോ പ്രോഫിറ്റ് ആയിരിക്കും. നെറ്റ് പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആയിരിക്കും. അതിൻ്റെ ഡിനോമിനേറ്ററിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സെയിൽ ഉണ്ടാവും. അതായത് സെയിൽസിനോട് ആനുപാതികമായിട്ട് സെയിൽസിൻ്റെ എത്ര പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് പ്രോഫിറ്റ് ഉള്ളത്. അപ്പം അങ്ങനത്തെ ഒരു റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ റേഷ്യോസിനെ ഫൈൻഡ് ചെയ്യുന്നത്. അപ്പം ഈ റേഷ്യോസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തെ റേഷ്യോ ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്താണ്? നിങ്ങളെല്ലാവർക്കും അറിയുന്ന റേഷ്യോ തന്നെയാണ്. ഒരുപാട് കേട്ടിട്ടുള്ള റേഷ്യോ ഒക്കെ ആയിരിക്കും. അക്കൗണ്ട്സിലൊക്കെ നിങ്ങൾ അറിയുന്ന റേഷ്യോ ആണ്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ആണെന്ത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഈ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ആസ് പെർ ട്രേഡിംഗ് അക്കൗണ്ട്. ഈ ട്രേഡിംഗ് അക്കൗണ്ട് എന്താണ്? ഇത് നമ്മളുടെ ഡയറക്റ്റ് ആയിട്ടുള്ള സെയിൽസിൽ നിന്ന്, ഡയറക്റ്റ് ഇൻകംസിൽ നിന്ന്, ഡയറക്റ്റ് എക്സ്പെൻസ് കുറച്ചാൽ കിട്ടുന്നത് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ്. അതിനെയാണ് ജി പി എന്ന് പറയുന്നത്, അതായത് ഗ്രോസ് പ്രോഫിറ്റ്. പിന്നെ നമുക്ക് ഡയറക്റ്റ് ഇൻകംസ് പറഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത്, അതായത് നമ്മളിപ്പോൾ ഒരു ഫർണിച്ചർ ഷോപ്പാണെങ്കിൽ ഫർണിച്ചർ സെയിലിലൂടെ നമുക്ക് ഉണ്ടാകുന്ന ഇൻകംസ് ആണ് എന്ത്? ഡയറക്റ്റ് ഇൻകംസ്. നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന ബിസിനസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റവന്യൂ ആണ് ഡയറക്റ്റ് ഇൻകംസ്. അപ്പോൾ അത് എന്തായിരിക്കും? നമ്മളുടെ സെയിലായിരിക്കും, സെയിൽ ഓഫ് ഫർണിച്ചർ ആയിരിക്കും. അപ്പോൾ അതൊരു 100 crore ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എക്സ്പെൻസസ് എത്രയുണ്ട്? ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ്ലി വന്നിട്ടുള്ള, അതായത് പ്രൊഡക്റ്റിന് ഡയറക്റ്റ്ലി വന്നിട്ടുള്ള കോസ്റ്റുകളാണെന്ത്? ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതായത് ഈ പ്രൊഡക്റ്റ് നമ്മൾ കൊണ്ടുവന്നു. ഇപ്പോൾ ഈ 100 കോടിൻ്റെ പ്രൊഡക്റ്റ് 100 കോടിക്ക് നമ്മൾ വിറ്റു. ഒരു പ്രൊഡക്റ്റിൻ്റെ വില നമുക്ക് ഒരു കോസ്റ്റ് നമുക്ക് 50 ആണ് കിട്ടുന്നത്. ഈ കോസ്റ്റ് 50 കിട്ടുന്നതിൽ നമ്മൾ എന്ത് ചെയ്യണം? അതായത് പർച്ചേസ് കോസ്റ്റ് 50 ആണ്. ഇതിൻ്റെ കൂടെ നമ്മളൊരു പാക്കേജിങ് ഒക്കെ കൊടുത്ത്, നമ്മളുടെ ഒരു പാക്കേജിങ് ഉണ്ടാവുമല്ലോ, പാക്കേജിങ് ഒക്കെ കൊടുത്ത് നമ്മളെ വലിയ ഫർണിച്ചേഴ്സൊക്കെ ആകുമ്പോൾ ഒരു നല്ലൊരു പ്രീമിയം പാക്കേജിങ് ഒക്കെ കൊടുത്ത്, ഒരു 10ന് പാക്കേജിങ് ഒക്കെ കൊടുത്ത്, എന്തൊരു 50,000 ആണ്, എന്തൊരു 10,000ത്തിന് പാക്കേജിങ്, അതുപോലെ തന്നെ ലേബർ ഒന്നൊന്ന് മിനിക്കാനും പോളിഷ് ചെയ്യാനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിനൊരു 10,000 കൊടുത്ത് 70,000 ആയി. അപ്പോൾ ഈ 70,000 ആയിട്ട് അപ്പോൾ ഇത് നമ്മൾ സെല്ല് ചെയ്യുന്നത് 1 lakhനാണ്. 1 lakhന് സെല്ല് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളുടെ ഇവിടെ ഉണ്ടാകുന്ന പ്രോഫിറ്റ് ഉണ്ടല്ലോ, ഈ പ്രോഫിറ്റിനെ, അതായത് ഡയറക്റ്റ് ആയിട്ട് ഈ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കോസ്റ്റുകളാണ് എന്ത്? പർച്ചേസ് കോസ്റ്റ് ആണെങ്കിലും പാക്കേജിങ് ആണെങ്കിലും ലേബർ ആണെങ്കിലും ആ പ്രൊഡക്റ്റിന് നമ്മളൊരു സെല്ല് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റുകളാണ്. അപ്പോൾ ഈ കോസ്റ്റുകൾ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഈ ഡയറക്റ്റ് എക്സ്പെൻസസ് ഡയറക്റ്റ് ഇൻകംസ് എന്ന് കുറച്ചാൽ എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അതാണ് ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ്. അത് നിങ്ങൾക്ക് അറിയുന്നതാണ് എങ്ങനെ വരുന്നതെന്ന്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന അക്കൗണ്ട്സ് ചെയ്യുന്ന ട്രേഡിംഗ് അക്കൗണ്ട് ഓർത്താൽ മതി. ഞാനത് എന്താണ് സംഭവം എന്നൊന്ന് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ട്രേഡിംഗ് അക്കൗണ്ടൊന്നും ഞാൻ വരക്കുന്നില്ല, നിങ്ങൾക്ക് ഏതാണ്ട് അറിയുന്നുണ്ടാവും. അപ്പം അതാണ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ഈ ഗ്രോസ് പ്രോഫിറ്റ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എക്സ്പെൻസസ് ഉണ്ടാവും. ഇത് ലേബർ അല്ലാതെ നമുക്ക് എന്തുണ്ടാവും? റെൻ്റ് ഉണ്ടാവും, ഗോഡൗണിൻ്റെ റെൻ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ സാലറി, സ്റ്റാഫ് സാലറി ഉണ്ടാവും, സ്റ്റാഫിൻ്റെ സാലറി. ഇത് ലേബർ ചാർജസ് എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റിന് നമ്മൾ ലേബേഴ്സിനെ വെക്കും, അവർക്ക് കൊടുക്കുന്ന ചാർജാണ് എന്ത്? ലേബർ ചാർജ്. സ്റ്റാഫ് സാലറി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ബിസിനസ്സിൽ എന്തുണ്ടാവും? സ്റ്റാഫുകളുണ്ടാവും, അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകൾ,
അതുപോലെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇവരൊന്നും ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിൽ പെടുന്ന ആൾക്കാരല്ലെങ്കിലും ഇവരെ നമ്മളെ അഡ്മിനിസ്ട്രേഷനിലൊക്കെ നമ്മുടെ ബിസിനസ്സിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം. അപ്പോൾ ഇത് വരിക എവിടെയാണ്? ഈ റെൻറ്റ്, സ്റ്റാഫ് സാലറി, അതുപോലത്തെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് എവിടെയാണ് വരിക? P&L അക്കൗണ്ടിലാണ് വരിക. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ. അടുത്ത റേഷ്യോ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. അപ്പോൾ അത് നോക്കുമ്പോൾ ഇതും ഇൻഡയറക്റ്റ് എക്സ്പെൻസസും കൂടി കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റിനെയാണ് എന്ത് പറയുന്നത്? അതായത് P&L വരുമ്പോൾ എന്തുണ്ടാവും? അപ്പോൾ ഇത് ആദ്യം നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് പറഞ്ഞു തീർക്കാം, എന്നിട്ട് അതിലേക്ക് പോവാം. അപ്പോൾ ഈ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉണ്ടാകുന്ന നമ്മളെ ഗ്രോസ് പ്രോഫിറ്റ് ആസ് പെർ ട്രേഡിംഗ് അക്കൗണ്ട് ഡിവൈഡ് ബൈ സെയിൽസ് നെറ്റ് ഓഫ് റിട്ടേൺസ്, അതായത് നമ്മുടെ നെറ്റ് ആയിട്ടുള്ള സെയിൽസ്, അതിനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റർ ഓഫ് ബേസിക് പ്രോഫിറ്റബിലിറ്റി, അതായത് ഇത് നോക്കിയാൽ നമുക്ക് എന്താ പറയാം, ബേസിക് ആയിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി എത്ര ഉണ്ട്. അതായത് ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്താൽ മറ്റൊരു എക്സ്പെൻസും ഇല്ലെങ്കിൽ ഇവർക്ക് മാക്സിമം എത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ് എന്ത് ഗ്രോസ് പ്രോഫിറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാക്സിമം എത്ര പ്രോഫിറ്റേ കിട്ടുള്ളൂ, ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പ്രോഫിറ്റ് കിട്ടില്ല. കാരണം എന്താണ്, ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുമ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്തായാലും വരും. അപ്പോൾ ഈ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസസ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് എന്ത് നമ്മുടെ ഈ ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് നോക്കാം, എന്നിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുമ്പം നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എയ്തർ ബിഫോർ ടാക്സ് ഓർ ആഫ്റ്റർ ടാക്സ് അപ്പോൺ ദ ഡാറ്റ അവൈലബിൾ. അതായത് നെറ്റ് പ്രോഫിറ്റ് നമ്മളുടെ P&L കാണുന്ന നെറ്റ് പ്രോഫിറ്റിന് ഡിവൈഡഡ് ബൈ സെയിൽസ് നെറ്റ് ഓഫ് റിട്ടേൺ മൈനസ് ചെയ്തിട്ടുള്ള സെയിൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടും. ഇതാണ് ഇൻഡിക്കേറ്റർ ഓഫ് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി. ഇപ്പോൾ നമ്മൾ ബിസിനസ്സിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകംസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകം എന്താണ്? സെയിലാണ്. അപ്പോൾ ആ സെയിലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കോസ്റ്റൊക്കെ മൈനസ് ചെയ്ത് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ഒരു 30,000 കിട്ടി. അപ്പോൾ ഈ 30,000 നിന്ന് നമുക്ക് എന്ത് കൊടുക്കണം? റെൻറ്റ് കൊടുക്കണം. റെൻറ്റ് എത്ര ഉണ്ടാവും? ഒരു 5,000 റെൻറ്റ്, പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റാഫ് സാലറി ഒരു 10,000 കഴിച്ചിട്ട് ബാക്കി എത്ര ഉണ്ട്? 15,000 ആണെന്ത് നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ബിസിനസ്സിന് എല്ലാ എക്സ്പെൻസസും കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റിനെയാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടെ കിട്ടുക? P&L അക്കൗണ്ട് കിട്ടും. മറ്റേത് എവിടെ കിട്ടും? ട്രേഡിംഗ് അക്കൗണ്ട് കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഉള്ളത് സെക്കൻഡ് ആയിട്ടുള്ളത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. ഈ ഓപ്പറേറ്റിംഗ് വരുന്ന 2-3 റേഷ്യോസ് ഉണ്ട്, അതൊക്കെ ഒന്നും കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസ് ലെസ് കോസ്റ്റ് ഓഫ് സെയിൽസ് ഓർ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, പ്രിലിമിനറി എക്സ്പെൻസസ്, റിട്ടേൺ ഓഫ് എക്സെട്ര മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ്, ഇൻഡയറക്റ്റ് ഇൻകം, ഡിവിഡൻഡ് ഇൻകം, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്സ്. എന്താ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു P&L അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ ഈ P&L അക്കൗണ്ടിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാവും? നമ്മളെ ജസ്റ്റ് സെയിലും നമ്മളെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമായിരിക്കൊള്ളുന്നില്ല. അതായത് ബിസിനസ്സിൻ്റെ ഡെയിലി ഓപ്പറേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത് മാത്രമല്ല ഉണ്ടാവുക. അല്ലാത്ത നമ്മളുടെ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവും. നമുക്ക് ഇപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഇൻട്രസ്റ്റ് ഉണ്ടാവും. നമ്മൾ വേറൊരു ഷെയർസിലോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരു ബാങ്കിലോ ഇൻവെസ്റ്റ് ചെയ്തിട്ട് FD ഇട്ടിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതെന്താണ്? ഒരു ഇൻഡയറക്റ്റ് ഇൻകം ആണ്. അത് നമ്മളെ ബിസിനസ്സിലൂടെ, അതായത് ഓപ്പറേഷൻസിലൂടെ നമുക്ക് ഉണ്ടാകുന്നതല്ല. അത് നമ്മളെ അതർ ദാൻ നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പം അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. അതായത് ഓപ്പറേറ്റിംഗ് അല്ലാത്ത ഐറ്റംസ് ഒഴിവാക്കിയിട്ടുള്ള പ്രോഫിറ്റിനെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത് ഓപ്പറേഷൻസിലൂടെ മാത്രം നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്ര ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ സെയിൽസ് ലെസ് കോസ്റ്റ് ഓഫ് സെയിൽ. ഇത് നമ്മളുടെ ജസ്റ്റ് സെയിലൊക്കെ ഫിഗറായിട്ട് അങ്ങനെ തരികയാണെങ്കിൽ, ഇപ്പോൾ സെയിൽ തന്നിട്ടുണ്ട് ഒരു 10,000 സെയിലുണ്ട്. അതിൽ കോസ്റ്റ് ഓഫ് സെയിൽ
8,000 ആണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ 8,000 മൈനസ് ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു പ്രോഫിറ്റ് വരും. 2,000 ആണ് നമ്മളുടെ ഇവിടുത്തെ പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ ഇതെന്താണ്, ഇതാണെന്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഇത് ഏത് പ്രോഫിറ്റാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഇത് നമ്മൾ കോസ്റ്റിങ്ങിൽ നമ്മൾ പഠിക്കുന്ന പ്രോഫിറ്റാണ്. കോസ്റ്റ് ഷീറ്റ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? കോസ്റ്റ് ഷീറ്റ് നിങ്ങൾ കോസ്റ്റിംഗ് ആയിട്ട് കണക്ട് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് കോസ്റ്റിങ്ങും ഇത് രണ്ടും കൂടി പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, അതുപോലെ പ്രൊഡക്ഷൻ കോസ്റ്റ്, അങ്ങനത്തെ കുറേ കോസ്റ്റുകൾ നമ്മൾ പഠിച്ചു. എന്നിട്ട് എല്ലാ കോസ്റ്റുകളും കഴിഞ്ഞിട്ട് എന്താണ് കിട്ടുക? അപ്പോൾ എല്ലാ കോസ്റ്റുകളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് സെയിൽസ് ഒരു 8,000, ഇതിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? സെയിൽ എമൗണ്ട് കിട്ടും. അപ്പം ഇതിൽ വരുന്ന ഈ പ്രോഫിറ്റ് ഉണ്ടല്ലോ, ഇതാണെന്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ഓപ്പറേഷൻസിലൂടെ മാത്രം വരുന്നത്. ഇതിലെന്തുകൊണ്ട് മറ്റേത് വരുന്നില്ല? കാരണം ഈ ഇൻട്രസ്റ്റും അതുപോലത്തെ മറ്റ് ഇൻകംസും അതുപോലെ തന്നെ ലോസ് ഓഫ് മെഷീനറി, നമ്മൾ മെഷീനറി എന്തെങ്കിലും വാങ്ങിയിട്ട് ഇപ്പോൾ അത് നമ്മൾ കുറഞ്ഞ വിലക്ക് വിറ്റ്, അങ്ങനത്തെ മെഷീനറി വാങ്ങുക, അസറ്റ് വിൽക്കുക, അതൊന്നും നമ്മളെ സെയിലിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതല്ല. നമ്മൾ മെഷീനറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ ഈ പ്രൊഡക്ഷനൊക്കെ നടക്കാനും വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ മെഷീനറി വാങ്ങലും വിൽക്കലും എന്നും നടക്കുന്ന കാര്യമല്ല. ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഡെയിലി നടക്കുന്ന അല്ലെങ്കിൽ ഫ്രീക്വൻ്റായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് എന്ത് ഓപ്പറേഷൻസ്. ഇപ്പം നോൺ ഓപ്പറേറ്റിംഗ് എന്ന് പറയുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് നടക്കില്ല, അത് എപ്പോഴെങ്കിലുമൊക്കെ വരുന്ന സംഭവമാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ്. അപ്പോൾ ഈ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ടുള്ളതാണ് എന്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ കോസ്റ്റിംഗ് വഴി നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ അതാണ് ഈ സെയിൽസ് ലെസ് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്നുള്ളതിനെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആണ് തന്നിട്ടുള്ളത്, ഈ നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും അധികം നമുക്ക് തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഒരു P&L അക്കൗണ്ട് നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ P&L അക്കൗണ്ടിൽ നിന്ന് നമ്മളോട് കണ്ടുപിടിക്കാനായിരിക്കും പറയൽ. അപ്പോൾ P&L അക്കൗണ്ടിലൊരു പ്രോഫിറ്റ് ഒരു 10,000 പ്രോഫിറ്റ് ഉണ്ട്. അതിൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്സ്, അതായത് നമ്മൾ അസറ്റ്സ് വാങ്ങി അതിന്ന് നമ്മൾ വിറ്റപ്പം അതിന് നമുക്ക് ലോസ് ഉണ്ടായി. അപ്പോൾ ഈ സെയിൽ ഓഫ് അസറ്റ് എല്ലാ പ്രാവശ്യവും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതിനെ കൊണ്ട് തന്നെ ഇതൊരു നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റം ആണ്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും P&L കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ഒരു 1,000 എന്ന് കാണുകയാണെങ്കിൽ, ഇത് ഈ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് എന്ത് ചെയ്യുക, നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഈ ലോസ് ഓൺ സെയിൽ ആഡ് ചെയ്യുക. കാരണം ഈ എക്സ്പെൻസ് ഓൾറെഡി കുറച്ചിട്ടുള്ള ബാക്കിയുള്ള എമൗണ്ടാണ് എന്ത് ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എമൗണ്ട് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? നമ്മൾ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ 11,000 ആയിരിക്കും നമ്മളെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇൻകം സൈഡിൽ എന്തെങ്കിലും നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഇൻകം ഉണ്ടോ നോക്കുക. അതായത് ഇൻട്രസ്റ്റ് ഇൻകം, ഡിവിഡൻഡ് ഇൻകം, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, ഇങ്ങനത്തെ ഐറ്റംസ് എന്തെങ്കിലും. ഇൻട്രസ്റ്റ് ഇൻകം ഒക്കെ എങ്ങനെയാണ്? നമ്മൾ ഓപ്പറേഷൻസിലൂടെ വരുന്നതാണോ? അല്ല, നമ്മൾ വേറൊരു ബാങ്കിൽ കൊണ്ടുപോയി ഇൻട്രസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റിന് കിട്ടുന്ന റിട്ടേൺ ആണ്. അത് നമ്മൾ സെയിൽ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വരുന്നതല്ല. അപ്പം അത് എന്താണ് ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഐറ്റം അല്ല. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഐറ്റം അല്ലെങ്കിൽ അതെന്ത് ചെയ്യാം? ഇപ്പോൾ ഇവിടെ ഇൻകം സൈഡിൽ ഒരു 100 ഒരു 1000 എന്തുണ്ട്? ഇൻട്രസ്റ്റ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ ഇൻകത്തെ മൈനസ് ചെയ്യുക, ലെസ് ഇൻട്രസ്റ്റ് ഇൻകം 1000. അപ്പോൾ എന്ത് കിട്ടും? 10,000 ആയിരിക്കും നമ്മുടെ പ്രോഫിറ്റ്. അപ്പോൾ ഇങ്ങനെ ഏത് ഐറ്റംസ്, അതായത് ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള എക്സ്പെൻസസ്, നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള എക്സ്പെൻസസ് നമ്മളെ P&L ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. അല്ല, ഇനി നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഇൻകംസ് ആണെങ്കിൽ അതിൽ നിന്ന് ലെസ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഐറ്റംസ് കിട്ടും. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആവുക. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് COGS റേഷ്യോ ആണ്.
COGS എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് റേഷ്യോ. ഇതെന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ സെയിൽസ്. അതിൽ ന്യൂമറേറ്റർ എന്ത് വരും? COGS വരും, ഡിനോമിനേറ്റർ സെയിൽസ് വരും. ഈ COGS എങ്ങനെയാണ് കണ്ടുപിടിക്കുക? COGS എന്ന് പറഞ്ഞാൽ നമ്മളുടെ സെയിൽസ് നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് കുറച്ചാൽ എന്ത് കിട്ടും? COGS കിട്ടും. അതായത് നമ്മൾ ഈ ഗുഡ്സ് സെയിൽ ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള എക്സ്പെൻസസ് ഇല്ലേ, അതിൻ്റെ ടോട്ടലിനെയാണ് COGS എന്ന് പറയുന്നത്. ഈ COGS ആകുമ്പം ഇതിലേക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ വരുന്നത് വെച്ചാൽ, അപ്പോൾ ഞാൻ P&L വെച്ച് കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ട്രേഡിംഗ് അക്കൗണ്ട് വെച്ചിട്ട് കാണിച്ചു തരാം. ഓപ്പണിംഗ് സ്റ്റോക്ക്, ഈ സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ് ഒരു ഡിഫറെൻ്റ് ആയിട്ട് വരിക. ഇവിടെ സെയില്, ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ പർച്ചേസസ്, ലേബർ. ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000, പർച്ചേസസ് 50,000, ലേബർ 10,000, സെയിൽസ് ഒരു 1 lakh, ക്ലോസിംഗ് സ്റ്റോക്ക് 20,000. അപ്പോൾ 1,20,000 10,000 പ്ലസ് 60,000 70,000 70,000 50,000. ഗ്രോസ് പ്രോഫിറ്റ് 50,000. ഇതിൻ്റെ 8th നല്ല മോശമാണ്, അത് നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ GP 50,000, ടോട്ടലായിട്ടുള്ളത് 1,20,000. അപ്പോൾ ഇതിലെങ്ങനെയാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ? അതായത് ഞാൻ പറഞ്ഞ പോലെ ഡയറക്റ്റ് എക്സ്പെൻസസ് സെയിലിൽ നിന്ന് കുറച്ചാൽ കിട്ടും. അപ്പോൾ ഈ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുമ്പം ഈ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും വരുമ്പം, ഇത് ഞാൻ ഓൾറെഡി മുന്നുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? നമ്മളുടെ സ്റ്റോക്കിൻ്റെ, അതായത് ഓൾറെഡി നമ്മൾ 10,000 റുപ്പീസിൻ്റെ സാധനം നമ്മളെ കയ്യിലുണ്ട്, അതിൻ്റെ കൂടെയാണ് എന്ത്, നമ്മളൊരു 50,000-ൻ്റെ സാധനം പർച്ചേസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ സാധനമാണ് എന്ത്, നമ്മൾ ഈ 1 lakh റുപ്പീസിന് വിൽക്കുന്നത്. എന്നിട്ട് ബാക്കിയാണെങ്കിൽ 20,000 റുപ്പീസ് ബാക്കി അവിടെ ഉണ്ട് താനും. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ വിറ്റിട്ടില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ ഇത്രയും കോസ്റ്റ് ഇൻകർ ചെയ്തതിന് വന്ന ഇൻകമാണെന്ത്, ഈ സെയിൽ എന്ന് പറയുന്നത്. അതിനെ കൊണ്ടാണ് ഈ ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും ഇവിടെ കൊടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞതാണ്, ഞാൻ മുന്നത്തെ വീഡിയോയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഈ 10,000, അപ്പോൾ ഈ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണുക? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ ആദ്യം തന്നെ ഈ ഡയറക്റ്റ് എക്സ്പെൻസസ് എല്ലാം ഈ ഓപ്പണിംഗ് സ്റ്റോക്കിനെ നമുക്ക് ഒരു എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. കാരണം ഇത് ഡെബിറ്റ് സൈഡിലാണല്ലോ വരുന്നത്. ഇത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ എത്ര സെയിൽ ചെയ്തെന്നുള്ളതിനെ കൊണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ബട്ട് നമ്മൾക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓപ്പണിംഗ് സ്റ്റോക്കിനെ എക്സ്പെൻസ് ആയിട്ടും ക്ലോസിംഗ് സ്റ്റോക്കിനെ ഇൻകായിട്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ലേബർ, ഇത് മൂന്നാണ് എന്ത്, നമുക്കിവിടെ എക്സ്പെൻസസ് വരുന്നത്. ഈ എക്സ്പെൻസസ് നിന്ന് എന്ത് ചെയ്യാം, ഈ ക്ലോസിംഗ് സ്റ്റോക്ക് അങ്ങ് കുറച്ചേക്കുക. ക്ലോസിംഗ് സ്റ്റോക്ക് അങ്ങ് കുറച്ചാൽ എന്ത് കിട്ടും, ഈ എക്സ്പെൻസസ് നിന്ന്, അതായത് ഡയറക്റ്റ് എക്സ്പെൻസസ് നിന്ന് ഡയറക്റ്റ് ഇൻകായിട്ടുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് അങ്ങ് കുറയ്ക്കുക. അതായത് ഇതിൽ ഈ ഡയറക്റ്റ് എക്സ്പെൻസസിൽ, അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്താൽ എന്ത് കിട്ടും, നിങ്ങൾക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓക്കെ, പർച്ചേസസ് ഡയറക്റ്റ് എക്സ്പെൻസ്, അതായത് ഇതൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്.
അപ്പോൾ ഈ പർച്ചേസ്, ലേബർ, അതുപോലത്തെ ഡയറക്റ്റ് എക്സ്പെൻസസ് ആഡ് ചെയ്തു. അത് 60,000 ഉണ്ട്. ഓപ്പണിങ് 10,000 പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് എത്രയാണ്? 60,000 മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 20,000 ഈക്വൽ ടു 50,000 ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വരുന്നത്. ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ശരിയാണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി? സെയിൽസ് എത്രയാണ്? 1 lakh മൈനസ് COGS 50,000 ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ റെഡിയാണ്. അതായത് ഗ്രോസ് പ്രോഫിറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക, അതിൻ്റെ കൂടെ ഡയറക്റ്റ് എക്സ്പെൻസസ് ആഡ് ചെയ്യുക, അതിന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അപ്പോൾ ഇത് ട്രേഡിംഗ് അക്കൗണ്ട് തരികയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓൾറെഡി തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇനി GP അറിയാമെന്നുണ്ടെങ്കിൽ സെയിൽസ് നിന്ന് GP കുറച്ചിട്ട് ചെയ്യാം. ഇങ്ങനെ കുറേ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ COGS മനസ്സിലായോ? ഇനി നെക്സ്റ്റ് റേഷ്യോ നോക്കാം, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് റേഷ്യോ. നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ മുമ്പ് പഠിച്ചു. ഇത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് റേഷ്യോ ആണ്. ഇത് ഡിഫറെൻ്റ് ആണ്. ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡൊക്കെ പറഞ്ഞു. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള എക്സ്പെൻസസ് ആണ് എന്ത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ സെല് ചെയ്യാനും വരുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസസ് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. പിന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള എക്സ്പെൻസസിനെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അതായത് ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ള മറ്റ് എക്സ്പെൻസസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലാത്ത മറ്റ് എക്സ്പെൻസസിനെയാണ് ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ റെൻറ്റ്, അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെ സാലറി, ഇതൊക്കെ നമുക്ക് ഓപ്പറേഷൻസിൽ അത്യാവശ്യമായിട്ടുള്ളതാണ്. പക്ഷേ അതെന്താണല്ല, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ല. അതായത് ഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസ് അല്ല, അത് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസ് ആണ്. ബട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എല്ലാ എക്സ്പെൻസും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ? ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ നമുക്ക് എന്ത് വരും? പ്രോഫിറ്റ്, ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്സ് വരും, അതുപോലത്തെ നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഐറ്റംസ് വരും. അപ്പോൾ ഇതെവിടെ നമുക്ക് കിട്ടുക? ഈ സാധനത്തിന് നമുക്ക് കാണണമെങ്കിൽ P&L അക്കൗണ്ട് പോയാൽ മതി. P&L അക്കൗണ്ട് പോയാൽ നമ്മളുടെ ഡെബിറ്റ് സൈഡിൽ, അതായത് എക്സ്പെൻസിൻ്റെ സൈഡിൽ നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ഈ എക്സ്പെൻസസിനൊക്കെ കിട്ടും. അതായത് അഡ്മിൻ എക്സ്പെൻസ്, സെല്ലിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, ഇതൊക്കെ കോസ്റ്റിങ്ങിൻ്റെ ടേമിൽ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് P&L പോവുകയാണെങ്കിൽ അവിടെ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കോസ്റ്റിങ്ങിൻ്റെ ടേം പറയുകയാണെങ്കിൽ അഡ്മിൻ എക്സ്പെൻസസ്, അതായത് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള എക്സ്പെൻസസ്, അതാണെന്ത്? അഡ്മിൻ എക്സ്പെൻസ്, സെല്ലിങ് എക്സ്പെൻസ്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, ഇതെല്ലാം എന്താണ്? അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കഴിഞ്ഞിട്ടുള്ള, കോസ്റ്റ് ഷീറ്റ് ആലോചിക്കുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കഴിഞ്ഞിട്ടുള്ള എക്സ്പെൻസസ്. അതുപോലെ തന്നെ നിങ്ങൾ P&L നോക്കുകയാണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞിട്ട് P&L വരുന്ന എക്സ്പെൻസസ്. ബട്ട് അതിലെന്ത് വരില്ല? നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള എക്സ്പെൻസസ് വരില്ല. അത് എപ്പോഴും മനസ്സിൽ വെക്കുക. ഓപ്പറേറ്റിംഗ് എന്ന് പറയുമ്പോൾ നോൺ ഓപ്പറേറ്റിംഗ്, അതായത് ലോസ് ഓൺ ഷെയർ, ലോസ് ഓൺ അസറ്റ്സ്, അതുപോലത്തെ ഇൻട്രസ്റ്റ് ഇൻകം, അതുപോലത്തെ ഇൻകംസ്, അതൊന്നും ഓപ്പറേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് ആയിട്ട് നമ്മുടെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് ഡെയിലി ഓപ്പറേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുന്ന മാത്രമേ വരുള്ളൂ. ഓക്കെ, അത് മനസ്സിലാച്ചാൽ മതി. അപ്പോൾ ഇതിൽ എല്ലാ എക്സ്പെൻസസും P&L വരുന്ന എക്സ്പെൻസസും ഒക്കെ വരും. ഞാൻ വേറെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അഡ്മിൻ എക്സ്പെൻസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എക്സ്പെൻസസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബട്ട് ഓൺലി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നോട്ട് ദ പോയിന്റ് ഡിവൈഡ് ബൈ സെയിൽസ്. ഈ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിലെല്ലാത്തിലും ഡിനോമിനേറ്റർ സെയിൽസ് ആണ്. അപ്പോൾ ഈ നോമിനേറ്റർ മാത്രം പഠിച്ചാൽ മതി. ഇനി ഫിനാൻഷ്യൽ എക്സ്പെൻസ് റേഷ്യോ. ഫിനാൻഷ്യൽ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫിനാൻസിങ്ങിന് നമുക്ക് വരുന്ന എക്സ്പെൻസിൻ്റെ റേഷ്യോ ആണ് ഫിനാൻഷ്യൽ എക്സ്പെൻസ് റേഷ്യോ. അതിലെന്താണ്? ഫിനാൻഷ്യൽ എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ സെയിൽസ്. അതായത് ഫിനാൻഷ്യൽ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഇൻട്രസ്റ്റ്, ബാങ്ക് ചാർജ്, പ്രിഫറൻസ് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ അത്, അങ്ങനത്തെ, അതായത്
ഫിനാൻസിന് നമുക്ക് ചിലവാകുന്ന എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ സെയിൽസ്, ഇത്രേ ഉള്ളൂ. ഫിനാൻഷ്യൽ എക്സ്പെൻസ് റേഷ്യോ അതും കഴിഞ്ഞു. പിന്നെ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് മാത്രം പറയുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കൊണ്ടുപോയി എഴുതി വെക്കരുത്, കാരണം അത് രണ്ടും ചിലപ്പോൾ മാറിപ്പോവും. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ COGS നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ, അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് സെല്ലിങ്ങിൻ്റെ ഒരു പരുവത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് വരുന്ന കോസ്റ്റാണ്. അതായത് ഡയറക്റ്റ് ആയിട്ട് അതിനെന്തായാലും ഇൻകർ ചെയ്യാൻ പോകുന്ന കോസ്റ്റുകളാണ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഈ ഡയറക്റ്റ് എക്സ്പെൻസസുകളൊക്കെ കൂടിയിട്ടുള്ളതാണെന്ത്, COGS, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതായത് ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നതിന് നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റുകൾ. അപ്പോൾ ഈ COGSും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ചേർന്നതാണെന്ത്, ഓപ്പറേറ്റിംഗ് റേഷ്യോയിലെ നമ്മൾ ഡിനോമിനേറ്റർ. അതായത് ഇത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് 100% ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ 1 മൈനസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് വേണമെങ്കിൽ പറയാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോന്ന് 1 കുറച്ചാൽ, അല്ല 1ന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കുറച്ചാൽ നമുക്ക് കിട്ടും. അല്ല ഇതിൻ്റെ ഫിഗർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, സെയിൽസിന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറച്ചാൽ എന്ത് കിട്ടും, ഈ എത്രയാണോ എമൗണ്ട് എന്നുള്ളത് അത് കിട്ടും. അപ്പോൾ ഈ 1 മൈനസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, ഇത് റേഷ്യോ കിട്ടാൻ, ഇത് ഫിഗർ കിട്ടാൻ. അതായത് ഇപ്പോൾ സെയിൽസ് 100 crore, അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ 10 crore ആയിരിക്കും. അപ്പോൾ ബാക്കിയുള്ള 90 crore എന്താണ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇത്രയും എക്സ്പെൻസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഇത് നേരെ ഈ കേസിൽ വരുമ്പം ഈ 90 crore ഡിവൈഡഡ് ബൈ 100 crore, അതായത് 90% ആയിരിക്കും ഇത് 10% ആയിരിക്കും ഇത് ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 10 crore ആണ്. 10 crore ഡിവൈഡ് ബൈ 100 crore 10%. അപ്പോൾ 1 മൈനസ് 10% എന്ന് പറഞ്ഞാൽ 90%. കണ്ടോ, ഇവിടെയൊക്കെ ആൻസർ റെഡി ആയിരിക്കും. ഒന്ന് ഇതിൽ, ഒന്ന് റേഷ്യോയിലായിരിക്കും, ഒന്ന് ഫിഗേഴ്സിൽ. എത്രയാണ് ഫിഗർ എന്നുള്ളത് അത് കിട്ടും. അപ്പോൾ ഇത് സംഭവം എന്താ മനസ്സിലായാലോ, COGSൻ്റെ കൂടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്താൽ, അതായത് നമ്മളെ ടോട്ടലായിട്ടുള്ള എക്സ്പെൻസ്, P&L വരുന്ന എക്സ്പെൻസും അതുപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന നമ്മുടെ എക്സ്പെൻസും കൂട്ടിയിട്ട് അതിലെന്തെങ്കിലും നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിനങ്ങ് ഒഴിവാക്കി കളയാം. അത്രേ ഉള്ളൂ ഈക്വേഷൻ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിലാദ്യം നിങ്ങൾ നോൺ ഓപ്പറേറ്റിംഗ് എന്താണ് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ പിന്നെ സിമ്പിളാണ്. COGS എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ലേബർ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതായത് ഇത് COGS നമുക്കറിയാലോ. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻസസ് ഇൻ P&L മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അതായത് P&L അക്കൗണ്ടിൽ, ട്രേഡിംഗ് അക്കൗണ്ടിലാണ് COGS വരിക. അതിൻ്റെ അടിയിൽ നമ്മളെ P&L അക്കൗണ്ടിൽ വരുന്ന എക്സ്പെൻസസ്, അതിൽ നിന്നും നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള എക്സ്പെൻസസ് മൈനസ് ചെയ്താൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കിട്ടും. നമ്മൾ പഠിച്ചു. അപ്പോൾ അത് രണ്ടും കൂടി, അതായത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് COGSും കൂടി കൂട്ടിയതാണ് എന്ത് നോമിനേറ്റർ വരുന്നത് ഡിവൈഡ് ബൈ സെയിൽസ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ടോട്ടലായിട്ട് വരുന്ന ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള എക്സ്പെൻസസിന് എത്ര ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ റേഷ്യോ. ഇനി നെക്സ്റ്റ് കോൺട്രിബ്യൂഷൻ സെയിൽസ് റേഷ്യോ ഓർ PV റേഷ്യോ. ഇത് നിങ്ങൾ കോസ്റ്റിങ്ങിൽ പഠിച്ചിട്ടുണ്ടാകുന്ന റേഷ്യോ ആയിരിക്കും, കോൺട്രിബ്യൂഷൻ സെയിൽസ് റേഷ്യോ ഓർ PV റേഷ്യോ എന്ന് പറയുന്നത്. അതായത് കോൺട്രിബ്യൂഷൻ സെയിൽസ് നിന്ന് വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്താൽ കോൺട്രിബ്യൂഷൻ കിട്ടും. ഈ കോൺട്രിബ്യൂഷന്ന് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്താൽ എന്ത് കിട്ടും, ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ EBIT എന്ന് വേണമെങ്കിൽ പറയാം.
നമ്മൾ അവിടെ പഠിക്കുന്ന പ്രോഫിറ്റാണ് ഇവിടുത്തെ നമ്മുടെ EBIT. എന്നിട്ടാണ് പിന്നെ ലെസ് ഇൻട്രസ്റ്റ്. അപ്പോൾ EBIT കിട്ടും. EBITയിൽ നിന്ന് ടാക്സ് കുറച്ചാൽ EAT കിട്ടും. EAT നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക. പ്രിഫറൻസ് ഷെയർ ഇല്ലെങ്കിൽ അല്ല, പ്രിഫറൻസ് ഷെയർ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് പ്രിഫറൻസ് ഷെയർ കൊടുക്കുക. അത് കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം നോക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ ഏതായാലും സെയിൽസ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് ചേർക്കും, എന്നിട്ട് കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷൻ നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ചേർക്കും. ഇപ്പോൾ 100 ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് EBIT കിട്ടും 400 EBIT എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഓരോന്ന് നമ്മൾ കണ്ടുപിടിച്ച് പോകും. അതൊക്കെ നമ്മൾ ലിവറേജസിൽ നല്ല ഡീപ്പായിട്ട് നോക്കിയ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ ഇവിടെ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ സെയിൽസ് നിന്ന് നമ്മൾ ആദ്യം കുറയ്ക്കുന്നത് വേരിയബിൾ കോസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ മാർജിനൽ കോസ്റ്റിങ്ങിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ മാർജിനൽ കോസ്റ്റിങ് ജസ്റ്റ് ഒന്ന് ഈ സെയിൽസ് നിന്ന് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതായത് ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇൻകർ ചെയ്യുന്നത്, അതായത് ഓരോ പ്രൊഡക്റ്റിൻ്റെ നമ്പർ കൂടുന്നതനുസരിച്ച് ആ എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു പാക്കേജിങ് ചാർജ്, അങ്ങനത്തെ ചാർജസ്, അതായത് ഒരു പേക്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ ഒരു പേക്കാണ്, അല്ല ഒരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ ഒരു പേക്കായിരിക്കും നമുക്ക് ചിലവാകുക. ഒരു പേക്കിന് 10 റുപ്യ ആണെങ്കിൽ ഇപ്പോൾ 100 പേക്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ 100 റുപ്പീസ് വരും, അല്ല 1000 റുപ്പീസ് വരും. ഇനി 1000 പേക്സ് ആണെങ്കിൽ 10,000 റുപ്പീസ് വരും. അപ്പോൾ ഇത് എത്രയാണോ നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് ഇത് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനെ കൊണ്ടാണ് ഇത് വേരിയബിൾ കോസ്റ്റ് എന്ന് പേര് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ കോൺട്രിബ്യൂഷൻ കിട്ടും. അപ്പം ഈ കോൺട്രിബ്യൂഷനെയാണെന്ത്, ഈ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് എന്ന് പറയുന്ന റേഷ്യോ ആണെന്ത്, കോൺട്രിബ്യൂഷൻ സെയിൽസ് റേഷ്യോ ഓർ PV റേഷ്യോ എന്ന് പറയുന്നത്. കോസ്റ്റിങ്ങിൽ നിങ്ങൾ നന്നായി പഠിച്ച റേഷ്യോ ആയിരിക്കും. അപ്പോൾ അതിനെക്കൊണ്ട് അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇൻഡിക്കേറ്റർ ഓഫ് പ്രോഫിറ്റബിലിറ്റി ഇൻ മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിങ്ങിലെ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുള്ളത്. ഇനി കുറച്ച് റേഷ്യോസ് എന്ന് പറഞ്ഞാൽ കവറേജ് റേഷ്യോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഓരോ റേഷ്യോസ് ഓരോ കാറ്റഗറി ആയിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ. അപ്പോൾ അതിൽ ആദ്യത്തേന്ന് പറയുന്നത് ഡെപ്റ്റ് സർവീസ്, അതായത് കവറേജ് റേഷ്യോസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ഇപ്പം ഒരു എക്സ്പെൻസ് നമുക്ക് അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി നമുക്കുണ്ട്. ഇപ്പോൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് എന്തായാലും കൊടുക്കേണ്ടതാണ്, അതുപോലെ തന്നെ നമ്മൾ അത് വീട്ടേണ്ടതുമാണ്, അതായത് നമ്മളൊരു ഒബ്ലിഗേഷനാണ്, ലയബിലിറ്റിയാണ്. അപ്പോൾ ആ ഒരു ലയബിലിറ്റി നമുക്ക് മീറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ പ്രോഫിറ്റ്സ് ഉണ്ടോ അല്ലെങ്കിൽ നമ്മളെ ആവശ്യത്തിനുള്ള ഏർണിങ്സ് നമ്മുടെ കയ്യിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള റേഷ്യോസ് ആണ് ഓരോ കവറേജ് റേഷ്യോസ്. ഇപ്പോൾ ഡെപ്റ്റ് സർവീസ് കവറേജ് റേഷ്യോ, അതുപോലെ തന്നെ മറ്റ് പ്രിഫറൻസ് കവറേജ് റേഷ്യോ, അങ്ങനത്തെ ഒരുപാട് കവറേജ് റേഷ്യോസ് ഉണ്ട്. അതെല്ലാം എന്തിനാണ്, ഓരോന്നിനും കവർ ചെയ്യാനുള്ള പ്രോഫിറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ റേഷ്യോസ് ഉള്ളത്. അപ്പോൾ ഓരോ റേഷ്യോസ് എന്തിനാണെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നമുക്കൊന്ന് അതെന്തിനാണ് ഉപയോഗിക്കാമെന്ന് അറിഞ്ഞിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിനെ കൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞത്. അതിന് മുമ്പ് ഒരു നോട്ട് ഉണ്ട് ഇവിടെ. ഡിപ്രീസിയേഷൻ ഈസ് ജനറലി കൺസിഡേർഡ് ആസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, നോട്ട് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ബട്ട് നോൺ ക്യാഷ് എക്സ്പെൻസ്. അതായത് ഡിപ്രീസിയേഷനെ നമ്മൾ എന്തായിട്ടാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ടാണ് ഡിപ്രീസിയേഷനെ കണക്കാക്കുന്നത്. ബട്ട് അതൊരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. കാരണം അത് ഇയറിൽ നമ്മൾ ഒരു പ്രാവശ്യം, ഇപ്പം ആദ്യ കൊല്ലം നമ്മൾ 10 ലക്ഷത്തിന് മെഷീനറി വാങ്ങിയാൽ അതൊരു 10 കൊല്ലം ഓടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനൊരു 10 കൊല്ലത്തേക്ക് സ്പ്ലിറ്റ് ചെയ്ത്, സാധാരണ SLM മെത്തേഡ് ആണെങ്കിൽ 10 കൊല്ലത്തേക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ കൊല്ലം 1 ലക്ഷം വീതം അങ്ങനെ ഡിപ്രീസിയേറ്റ് ചെയ്ത് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കും. അത് നമ്മളുടെ ഓപ്പറേറ്റിംഗിനായിട്ടുള്ള എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കാണിക്കാം. ഡിപ്രീസിയേഷൻ നമ്മുടെ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. ബട്ട് അത് നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. കാരണം ആ എക്സ്പെൻസ് നമുക്ക് വരുന്നില്ല, ഓൾറെഡി നമ്മളത് മുന്നേ കൊടുത്ത ഒരു അസറ്റിന് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളിങ്ങനെ ഓരോ കൊല്ലവും ഇങ്ങനെ എക്സ്പെൻസ് ആയിട്ട് ഇങ്ങനെ കാണിച്ചു കൊണ്ടുവരാണ്. ഓക്കെ, ഈ ആവറേജ് റേഷ്യോസ് അബിലിറ്റി ടു സെർവ് ഫിക്സ്ഡ് ലയബിലിറ്റീസ്. അപ്പോൾ ആദ്യത്തെ റേഷ്യോ നോക്കാം. ഡെപ്റ്റ് സർവീസ്, ഡെപ്റ്റ് കവറേജ് അല്ല, ഡെപ്റ്റ്
സർവീസ് കവറേജ് റേഷ്യോ ഓർ ഡെപ്റ്റ് കവറേജ് റേഷ്യോ എന്നും പറയാറുണ്ട്. അപ്പം അതിന് നമുക്ക് വേണ്ടത് എന്താണ്? ഏണിങ്സ് ഫോർ ഡെപ്റ്റ് സർവീസ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് പ്ലസ് ഇൻസ്റ്റാൾമെൻറ്റ്. ഇത് നമ്മുടെ ICA പ്രകാരമുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ICAനെ അല്ലാതെയും കുറേ ഇക്വേഷൻസ് പറയാറുണ്ട്. ബട്ട് നമ്മൾ ICAനെ ഫോളോ ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഈ റേഷ്യോസൊക്കെ ചോദിക്കാറ് കുറച്ച് കുറവാണ്, ഈ ഡെപ്റ്റ് സർവീസ് കവറേജ് റേഷ്യോ ഒക്കെ. ബട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ICAനെ ഫോളോ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. അല്ലാതെയും കുറച്ച് ഇതിന് മറ്റ് ഇക്വേഷൻസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ നോക്കുകയാണെങ്കിൽ. ഇവിടെ ICAയിൽ കൊടുത്തിട്ടുള്ളത് ഈ റേഷ്യോ ആണ്, അതായത് ഏണിങ്സ് ഫോർ ഡെപ്റ്റ് സർവീസ് ഡിവൈഡ് ബൈ ഇൻട്രസ്റ്റ് പ്ലസ് ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ ഈ ഏണിങ്സ് ഫോർ ഡെപ്റ്റ് സർവീസ് എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ ടാക്സ് അല്ല, ആഫ്റ്റർ ടാക്സ്. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് ഫണ്ട് പ്ലസ് നോൺ ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് പ്ലസ് ഓർ മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ്. അതായത് ഇതിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എടുക്കുക. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് P&L ഉണ്ടാവും, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പാറ്റ്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, അല്ലെങ്കിൽ EAT എന്നൊക്കെ പറയും, ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് പാറ്റ്. അതെടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യുക? ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ്. ഇപ്പോൾ ഡെപ്റ്റിൻ്റെ കൂടെയുള്ള ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിനെന്ത് ചെയ്യുക? ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുക. ഇൻട്രസ്റ്റ് നമ്മൾ ഓൾറെഡി നമ്മൾ ലെസ് ചെയ്തിട്ടുണ്ടാവും. ഈ ഓൾറെഡി ഇൻട്രസ്റ്റ് ഒക്കെ ലെസ് ചെയ്തിട്ടാണ് ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യുക? വീണ്ടും പ്ലസ് ചെയ്യുക. അപ്പോൾ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുക. ഇപ്പോൾ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ഇത് ഏത് കേസിലാണ് യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് നെഗറ്റീവ് ഒക്കെ ആണെങ്കിൽ ആ കേസിലൊക്കെ ആയിരിക്കും നമുക്ക് ഇതൊക്കെ നോക്കുമ്പോൾ ഡെപ്റ്റ് സർവീസ് കവറേജ് റേഷ്യോ ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ കാണിച്ചു തരാം. ഒരു നെഗറ്റീവ് 100 lakhs ആണ്, റുപ്പീസ് ലാക്സ് ആണ്. 100 lakhs ആണ് നമ്മളെ പ്രോഫിറ്റ് എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് എത്ര വരുന്നത്? 200 lakhs ഓഫ് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അത് നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അതായത് ഇത് ഓൾറെഡി ലെസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ലോസ് കിട്ടിയത്. അപ്പോൾ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുക. അപ്പോൾ ഇനി നോൺ ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുക. അതായത് ഡിപ്രീസിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുക. ഡിപ്രീസിയേഷൻ ഒരു 50 lakh ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ട്. ഈ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ്, അതായത് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ആഡ് ഓർ ലെസ് നോൺ ഓപ്പറേറ്റിംഗ് അതൊന്നും ഇല്ലയെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? -100 പ്ലസ് 200 150 കിട്ടും. അപ്പം നമ്മൾ എന്ത് കിട്ടി? ഏണിങ്സ് ഫോർ ഡെപ്റ്റ് സർവീസ് എത്ര കിട്ടി? 150 കിട്ടി. എന്നിട്ട് ഇവിടെ ഇൻട്രസ്റ്റ് പ്ലസ് ഇൻസ്റ്റാൾമെൻറ്റ് എത്രയെന്ന് നോക്കുക. ഇൻട്രസ്റ്റ് പ്ലസ് ഇൻസ്റ്റാൾമെൻറ്റ് ഇത് ഇയർലി ഉള്ള കണക്കാണ്. ഓക്കെ, ഇയർലി വരുന്ന കണക്കാണ് ഇത്. നമ്മൾ ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇയർലി ആണ് എടുക്കുന്നത് വെച്ചാൽ ഇതും ഇയർലി എടുക്കുക. അല്ല, ഇനി മന്ത്ലി ആണ് നമ്മൾ ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഉള്ളത്, അല്ലെങ്കിൽ ഈ ഇൻസ്റ്റാൾമെൻറ്റും അല്ലെങ്കിൽ ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മന്ത്ലി ആണെങ്കിൽ മന്ത്ലി ആയിട്ട് എടുക്കുക. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിട്ട് നിങ്ങൾ എടുക്കുക. അല്ലാതെ ഒന്ന് ഇയർലി ഒന്ന് മന്ത്ലി ആയിട്ട് എടുത്താൽ നമുക്ക് കിട്ടൂല. അത് റേഷ്യോ തെറ്റിപ്പോവും. അപ്പോൾ അത് എന്തായാലും ശ്രദ്ധിക്കുക. ഇയർലി ഓർ മന്ത്ലി ഏതാണോ എടുക്കുന്നത് അത് തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും ഈ നമ്മുടെ ഈ എല്ലാം ഒരേത് തന്നെ എടുക്കാൻ നോക്കുക. നോമിനേറ്റർ ഏതാണോ അതേ ഇതിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ഡിനോമിനേറ്ററും. അപ്പോൾ ഈ 150 ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് പ്ലസ് ഇൻസ്റ്റാൾമെൻറ്റ്. ഇൻട്രസ്റ്റ് എത്രയുണ്ട്? ഇൻട്രസ്റ്റ് ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടു, 200 ഇൻട്രസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് ഒരു 100 കൂടി ഉണ്ട്. ഇപ്പോൾ ഒരു 300 ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ റേഷ്യോ വരുന്നതാണ് 0.5 ആണ്. 0.5 എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ലോ ആയിട്ടുള്ള അതാണ്. അതിനെ കൊണ്ടാണ് ഇവിടെ ലോസ് കണ്ടോ, ലോസ് അല്ല നമുക്ക്. അതായത് ഇൻട്രസ്റ്റ് ഒക്കെ ഭയങ്കര ഹൈ ആണ്. ഇത്രയും നമ്മുടെ കയ്യിൽ ഫണ്ട് ശരിക്കും നമ്മുടെ പ്രോഫിറ്റ് ഇത്ര പോരാ, കുറച്ചുകൂടി നല്ലോണം വരാനുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം.
അപ്പോൾ ഈ ഡെപ്റ്റ് സർവീസ് കവറേജ് റേഷ്യോ ഇപ്പോൾ ഇങ്ങനെയാണ് നോക്കുക. അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പ്ലസ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് പ്ലസ് ഡിപ്രീസിയേഷൻ, അതായത് നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് പ്ലസ് ഓർ മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ്, എന്നിട്ട് അത് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് പ്ലസ് ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ഇൻട്രസ്റ്റ് പ്ലസ് ഇൻസ്റ്റാൾമെൻറ്റ് ഒരിക്കലും മറക്കരുത്. പിന്നെ നെക്സ്റ്റ് നോക്കാം ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഇതൊക്കെ കുറച്ച് എളുപ്പമായിട്ടുള്ള റേഷ്യോ. ഇത് നിങ്ങൾക്ക് എന്താ പറയുക, കുറച്ചുകൂടി പഠിക്കാൻ കുറച്ച് പണി ഉണ്ടാവുന്ന റേഷ്യോ ആയിട്ട് വരാം. എന്നാലും നിങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ചെയ്യാം. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രസ്റ്റ് കവർ ചെയ്യാനുള്ള നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടോയെന്നാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് നമ്മൾ എവിടെ നിന്നാണ് കൊടുക്കുക? നമ്മൾ ഓൾറെഡി ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ EBIT കഴിഞ്ഞിട്ടാണ് എന്ത്, EBIT ലെസ് ഇൻട്രസ്റ്റ് EBT അങ്ങനെയല്ലേ പോകാറ്. അപ്പോൾ EBIT എന്നാണ് എന്ത്, നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് നമ്മൾ EBIT എന്നാണ് കൊടുക്കുക. അപ്പോൾ ഈ EBIT ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ളതിനേക്കാൾ എത്ര മടങ്ങുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത്, നമ്മൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ വെക്കുന്നത്. EBIT ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് ആണ് എന്ത്, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. EBIT എന്താണ്? ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ്. ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ മുകളിൽ ഓൾറെഡി കൊടുത്തിട്ടുള്ളതാണ് എന്ത്, സെയിൽസിൽ നിന്ന് നമ്മൾ എന്ത് ലെസ് ചെയ്യും, അതായത് മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ വരുന്ന അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിവറേജസിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ. അത് ഫസ്റ്റ് സെയിലിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്താൽ കോൺട്രിബ്യൂഷൻ ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ചെയ്താൽ EBIT നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്താൽ EBT നിന്ന് ടാക്സ് മൈനസ് ചെയ്താൽ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അതായത് സെയിൽസ് ഒരു 100, വേരിയബിൾ കോസ്റ്റ് 50, കോൺട്രിബ്യൂഷൻ 50, ഫിക്സ്ഡ് കോസ്റ്റ് 10, EBIT 40, ഇൻട്രസ്റ്റ് 20, EBT 20, ടാക്സ് 50%, ഇപ്പോൾ 10, EAT 10. ഇങ്ങനെ നമുക്കിത് വരിക. അപ്പോൾ നമ്മൾ ഈ EBIT എന്നാണ് എന്ത്, നമ്മൾ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുന്നത്, എന്നിട്ടാണ് നമുക്ക് EBT കിട്ടുന്നത്. അപ്പം ഈ EBIT എത്ര ഉണ്ടെന്ന് നോക്കുക. അതേ ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് ചെയ്തതാണെന്ത്, നമ്മളുടെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഇൻട്രസ്റ്റിനെ കവർ ചെയ്യാനുള്ള റേഷ്യോ എത്രയാണ്, അതായത് നമുക്ക് എത്ര EBIT ഉണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് എത്ര മടങ്ങുണ്ട് നമ്മുടെ കയ്യിൽ EBIT എന്നൊക്കെ പറയുന്ന റേഷ്യോ ആണത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രിഫറൻസ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. പ്രിഫറൻസ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ പഠിച്ച പോലെ അതേമാതിരി തന്നെയാണ്. അതായത് പ്രിഫറൻസ് ഡിവിഡൻഡ് നമ്മൾ എവിടെ നിന്നാണ് കൊടുക്കുക, EAT കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ പ്രിഫറൻസ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ പ്രിഫറൻസ് ഡിവിഡൻഡ് കവർ ചെയ്യാൻ എത്ര നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെന്നുള്ളത്. അതെന്ന് പറഞ്ഞാൽ EAT എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കുക. EAT ഇപ്പോൾ 10 ഉണ്ടെങ്കിൽ, ഇപ്പോൾ പ്രിഫറൻസ് ഡിവിഡൻഡ് നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ഒരു 5 കൊടുക്കാനുണ്ടെങ്കിൽ, ഇത് കഴിഞ്ഞിട്ടുള്ള ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഈ പ്രിഫറൻസ് ഡിവിഡൻഡ് കൂടി കഴിച്ചിട്ടുള്ള എമൗണ്ടാണ് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉള്ളത്. അതായത് നമ്മൾ ആദ്യം എന്ത് കൊടുക്കും, ആദ്യം നമ്മൾ ഇൻട്രസ്റ്റുകാർക്ക്, അതായത് ഡെപ്റ്റ് ഹോൾഡേഴ്സിനാണ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ EBTൻ്റെ മുകളിലാണെന്ത് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക.
അപ്പം ഇതിൻ്റെ മുകളിലേക്കുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് എന്ന് പറയാം. അതായത് ഇതൊക്കെ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ടാക്സിൽ കാണിക്കാം. എന്നിട്ട് അതിൻ്റെ ക്ലെയിം എടുത്ത ശേഷം ഈ 20ക്ക് നമ്മൾ ടാക്സ് അടിച്ചാൽ മതി. ബട്ട് ഇതൊക്കെ കണ്ടോ, ടാക്സ് അടച്ച് EATക്ക് ശേഷം, അതായത് ടാക്സ് അടച്ചതിന് ശേഷം വരുന്നതൊന്നും നമുക്ക് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല. ഈ പ്രിഫറൻസ് ഡിവിഡൻഡ് ശരിക്കും നമുക്കൊരു എക്സ്പെൻസ് ആണ്, ബട്ട് അത് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ഒരിക്കലും കാണിക്കാൻ പറ്റില്ല. കാരണം ഇൻകം ടാക്സുകാർ അത് അലോ ചെയ്ത് തരില്ല. ഈ EBIT ഇൻട്രസ്റ്റ് വരെ നമുക്ക് അലോ ചെയ്ത് തരുള്ളൂ. അപ്പോൾ EATക്ക് ശേഷമുള്ള പ്രിഫറൻസ് ഡിവിഡൻഡ് എന്തെല്ലാം ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് അല്ല, ബട്ട് അത് നമുക്ക് എക്സ്പെൻസ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഡിഡക്റ്റബിൾ ടാക്സ് ആഫ്റ്റർ ടാക്സിൻ്റെയും ബിഫോർ ടാക്സിൻ്റെയും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തി എന്നുള്ളൂ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് നിന്ന് പ്രിഫറൻസ് ഡിവിഡൻഡ് മൈനസ് ചെയ്താൽ ഏണിങ്സ് അവൈലബിൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടും. അപ്പോൾ ഈ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്നാണ് എന്ത് നമ്മൾ പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. അപ്പം EAT 10 ഉണ്ട്, പ്രിഫറൻസ് ഡിവിഡൻഡ് 5 നമുക്ക് കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് റേഷ്യോ വരിക? EAT ഡിവൈഡഡ് ബൈ പ്രിഫറൻസ് ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 5 10 ഡിവൈഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 2 എന്ന് വരും. അത് 2 ആണെന്ത് നമ്മുടെ പ്രിഫറൻസ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഫിക്സഡ് ചാർജസ് കവറേജ് റേഷ്യോ. ഇത് നമ്മൾ ഡെപ്റ്റ് സർവീസ് കവറേജ് റേഷ്യോ പോലുള്ളൊരു റേഷ്യോ ആണ്. അപ്പോൾ ഇതിൽ വരുന്നത് EBIT പ്ലസ് ഡിപ്രീസിയേഷൻ ഹോൾ ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് പ്ലസ് റീപേയ്മെൻറ്റ് ഓഫ് ലോൺ. അതായത് നമ്മൾ ഡെപ്റ്റ് സർവീസ് കവറേജ് റേഷ്യോയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് EBIT നമ്മളെന്താണ് പഠിച്ചിട്ടുള്ളത്? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൻ്റെ കൂടെ നമ്മൾ ഇൻട്രസ്റ്റ് ആഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസിനെ മൈനസ് ചെയ്യുക പ്ലസ് ചെയ്യുക ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് ഇന്ന് ഡെപ്റ്റ് സർവീസ് കവറേജിലുള്ളത്. ഈ പ്രിഫറൻസ് ഫിക്സഡ് ചാർജസ് കവറേജ് റേഷ്യോയിൽ നമ്മൾ നേരെ EBIT എടുത്തിട്ട് അതിൻ്റെ കൂടെ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് പ്ലസ് റീപേയ്മെൻറ്റ് ഓഫ് ലോൺ. ഇൻട്രസ്റ്റ് എത്ര ഉണ്ടെന്ന് നോക്കുക, അതുപോലെ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ. ഇത് ഏതാണ്ട് നമ്മൾ ഡെപ്റ്റ് സർവീസ് കവറേജ് റേഷ്യോനേക്കാൾ റേഷ്യോ ആയിട്ട് സിമിലർ ആണ് ഇതിൻ്റെ ഡിനോമിനേറ്റർ. ബട്ട് നോമിനേറ്റർ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഇനി പ്രിഫറൻസ് ഷെയർ ഉണ്ടെങ്കിൽ നമുക്കിവിടെ പ്രിഫറൻസ് ഡിവിഡൻഡ് കൂടി ആഡ് ചെയ്യേണ്ടി വരും. അതായത് ഫിക്സഡ് ചാർജസ് എന്നാണ് പറയുന്നത്. ഫിക്സഡ് ചാർജസ് മറ്റ് ചാർജസ് ഒക്കെ ഇവിടെ വരും. ഓക്കെ, അപ്പം EBIT പ്ലസ് ഡിപ്രീസിയേഷൻ ആണെന്ത് നോമിനേറ്ററിൽ വരുന്നത്. ക്യാഷ് ഫ്ലോ ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് ആണെന്ത് നോമിനേറ്റർ ആയിട്ട് വരുന്നത്. ഈ EBITൻ്റെ കൂടെ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യുന്നത് എന്തിനാണ്? ബിഫോർ ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഡിപ്രീസിയേഷൻ ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് ആയിട്ട് നമുക്ക് എത്ര പ്രോഫിറ്റ് വരുന്നുണ്ട് അത് ഡിവൈഡ് ബൈ ഇൻട്രസ്റ്റ് പ്ലസ് റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ആണെന്ത് ഫിക്സഡ് ചാർജസ് കവറേജ് റേഷ്യോ. ഇതിന് ഇൻട്രസ്റ്റ് ഡിനോമിനേറ്റർ എന്താ പറയുക, ഇൻട്രസ്റ്റ് പ്ലസ് പ്രിഫറൻസ് ഡിവിഡൻഡ് എങ്കിൽ പ്രിഫറൻസ് ഡിവിഡൻഡ് ഇൻട്രസ്റ്റ് പ്ലസ് റീപേയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഏതാണ്ടൊരു റേഷ്യോസ് പഠിക്കാനുള്ളത്. ഇനിയും കുറച്ച് റേഷ്യോസ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. ടേൺ ഓവർ റേഷ്യോ ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ ഓവറോൾ
റിട്ടേൺ റേഷ്യോസ് ഉണ്ട്. അപ്പോൾ ഇത്രയും 2 ടൈപ്പ് ഓഫ് റേഷ്യോസും കൂടി ഇനി പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഏതായാലും ഇത്രയും ഒന്ന് നന്നായിട്ട് നിങ്ങളൊന്ന് നോക്കുക. ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.